ഹലോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം. ആദ്യം തന്നെ നമുക്ക് പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പറയാം: മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, ചീനി മരയ്ക്ക, വെള്ളരിക്ക, വഴുതനങ്ങ, പിന്നെ 2 പച്ചമുളക്. ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിൽ ഞാൻ 2 വാഴയ്ക്ക വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. സംഭവം ഇത് കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. സംഭവം എനിക്ക് ചട്ടിയൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലോട്ട് അത്യാവശ്യം എണ്ണ വീഴ്ത്തി നമ്മുടെ ഈ പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. എന്തിനാ വാട്ടിയെടുക്കാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ പച്ചക്കറികൾ ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതിൽ ഇനി ഒരു കാര്യം പറയട്ടെ: സദ്യവയിൽ, അതായത് നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ഈ ഒരു സദ്യവയിൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും അറിയാത്തവർക്കും മറ്റുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരുന്ന. സംഭവം ഒന്ന് നോക്കിക്കോ. ഞാൻ ഇതിൽ 2-3 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വന്നേക്കും. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ: ഒന്നില്ലെങ്കിൽ തൈര് ചേർക്കാം, ഇല്ലെങ്കിൽ പുളി ചേർക്കാം. സാധാരണ സദ്യ അവിയലിൽ എപ്പോഴും ചേർക്കുന്നത് തൈരാണ്. ഞാൻ അതേ ഇതേ രീതിക്കാണ് കേട്ടോ ഇത് ഫോളോ ചെയ്ത് വന്നേക്കുന്നത്. ഇനി അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാമേ. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇതിൽ അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ അല്പം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ടങ്ങ് അരയ്ക്കരുത്. നമ്മളിത് നോക്കി കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വരേണ്ടത്. ഇതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒന്ന് വാട്ടി വെച്ചിരിക്കുന്നില്ലേ പച്ചക്കറിയിലോട്ട് അല്പം വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം ആദ്യമേ എടുത്ത് വീഴ്ത്തിയേക്കരുത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മളുടെ പച്ചക്കറിയൊക്കെ ആദ്യമേ ഒന്ന് വാടിയിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ അരപ്പ് വിട്ട് ആ മിക്സി കഴുകി ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം മുക്കാൽ പരുവം നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഈ സമയം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പും ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവേ. ഇനി തൈര്, ഇത് നിങ്ങൾക്ക് ഭരണി, ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മാംഗോ ഫെസ്റ്റിന് പോയത് അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഭരണിയാണ് കേട്ടോ. ഇതിലാണ് ഞാനിപ്പോൾ തൈര്, ഞാൻ നാട്ടിൽ വന്നാലും നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി കട്ടത്തൈര് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ അത് നോക്കിക്കോ, നമ്മുടെ അവിയൽ റെഡിയായി മക്കളെ. സൂപ്പർ അവിയലാണ്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ സദ്യ അവിയൽ ഇരിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് തൈര് വിട്ടാം. തൈര് വിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിയുള്ള തൈരാണെങ്കിൽ ആവശ്യത്തിന് മാത്രം വിട്ടാം. ഞാനിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ട് വെറും 2 സ്പൂൺ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ പരിപാടികളൊന്നുമില്ല. ഫ്രിഡ്ജിലിരിക്കുന്ന തൈരായതുകൊണ്ട് കേട്ടോ, ഞാൻ ചെറുതായിട്ടൊന്ന് അപ്പം തന്നെ, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് വീത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ അതേ ഓഫ് ചെയ്തു. ഇനി അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രഷ് കറിവേപ്പില, അതുപോലെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ, ഇത് മസ്റ്റാണ് കേട്ടോ. ഇതില്ലാതെ ഒരു അവിയൽ നമുക്ക് ഓർക്കാനേ പറ്റില്ല. ഇതിൻ്റെ ടേസ്റ്റാണ് അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. ടാറ്റാ.